മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൺഗ്രസ് മുന്നണിയുമായി യോജിച്ചു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, ഞങ്ങളെടുക്കാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല എന്ന് പൊക്കണം. ഞാൻ പോവില്ല. വഞ്ചകന്മാരാണ് ഇവിടെ ഇവന് നേതൃത്വത്തിന്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. LDF-ലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ PC ജോർജ്, ഞാൻ നിങ്ങളോട് ചേരാമെന്നതാ. ആ പൂതി മനസ്സിൽ വെച്ചാ മതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എടത്തോരപ്പാ ഞാൻ ഉണ്ട് നിന്റെ കൂടെ. നന്ദി വേണോടാ, നന്ദി. കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും. കൊള്ളും മോഡി ആരാ? മോഡിയെ ക്രിമിനൽ കേസിൽ പെടുത്തി ജയിലിൽ ഇറങ്ങുന്ന അഭിപ്രായക്കാരനാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. പട്ടിണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ നല്ല നിലയിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പിന്തുണ വേണം. വെറുതെ ചിരിപ്പിക്കരുത്. എവളോ പെരിയ ആള്. അയ്യോ, നീ എനിക്ക് വാദിയാർ ആശീർവദിക്കണം. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എന്റെ ഒരു മനസ്സിൽ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. എന്നെ പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന BJPയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ്. നമ്പാതെ എല്ലാവർക്കും മനസ്സിലായി. 10 പ്രാവശ്യം കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും. ശിക്ഷനായിട്ടും അത് വേണം. ഇന്ത്യ ഉയർന്നു. എങ്ങനെ ഇന്ത്യ എന്നല്ല, ഭാരതം ഉയർന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുമെന്ന് ആധികാരികമായി തന്റെ ഇടമായി ഞാൻ പറയും. NDA യോഗത്തിലേക്ക് PCOR പങ്കെടുക്കൽ ഇനി ഉറപ്പാണ്. ഇവിടെ തന്നെ സ്റ്റേജ് കെട്ടാനാ പരിപാടി? എടാ, ഇപ്പൊ സീസൺ മോശ. ഉത്സവകാലം വരുമ്പോ ഞാനവിടെ പോയിക്കോളാം. അതുവരെ ഒരു പണിയെടുക്കണ്ട് ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചോളാം. ഞാൻ പോയിട്ടും നാളെ വരാം. My amore.